എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് അല്പനേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഞാൻ അറിഞ്ഞ ക്രിസ്തു എന്നുള്ളതാണ്. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ നല്ല വിശാലമായ അർത്ഥങ്ങളുള്ള വളരെ വലിയ വ്യാപ്തിയുള്ള ഒരു വിഷയമാണ് ഇതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നതുകൊണ്ട് എപ്പോഴും വീട്ടിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. സന്ധ്യാനമസ്കാരം, പ്രഭാത നമസ്കാരം ഇങ്ങനെ നിർബന്ധമായിട്ടും വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ കർശനമായും ദേവാലയത്തിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ യേശുക്രിസ്തുവിനെ പറ്റി കുറേ അറിയാൻ കഴിഞ്ഞെങ്കിലും വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് കിട്ടുന്ന അറിവ് അത് വളരെ യാന്ത്രികമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ വളരെ ആഴത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി അറിയുവാനും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പറ്റി അറിയുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും പരിശുശ്രൂഷ കാലവും നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഒരു വലിയ വിപ്ലവകാരി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്നത്തെ സമൂഹത്തിൽ വലിയൊരു വിപ്ലവപരമായ മാറ്റമാണ് യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ കാലത്ത് ഉണ്ടായത്. നമുക്ക് കാലഘട്ടം തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ട ഒരു സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം, BC എന്നും AD എന്നും. വേദപുസ്തക പ്രകാരം BC എന്ന കാലഘട്ടത്തെ പഴയ നിയമമെന്നും AD എന്ന കാലഘട്ടത്തെ പുതിയ നിയമം കാലഘട്ടമെന്നും നമുക്ക് പറയുവാൻ കഴിയും. അപ്പോൾ ലോകത്തിന് അന്നുണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതിയും മാറ്റിമറിക്കപ്പെട്ടു യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടു കൂടിയും അദ്ദേഹത്തിൻ്റെ പരിശുശ്രൂഷയോടുകൂടിയും. എല്ലാവർക്കും അറിയാവുന്ന പോലെ പണ്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ കാലത്ത് പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതി വ്യക്തമായിട്ടും യേശുക്രിസ്തുവോട് പറയുന്നുണ്ട്. അതായത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇതായിരുന്നു ഒരു രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതി. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന പഴയ നിയമകാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ BC കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതി പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷകാലം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടുകൂടി പൂർണ്ണമായും മാറ്റിമറിക്കപ്പെട്ടു. അപ്പോൾ പരിശുശ്രൂഷ കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് വ്യവഹരിച്ച് നിങ്ങളുടെ വസ്ത്രം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവന് നിങ്ങളുടെ പുതപ്പും കൂടി വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിങ്ങളോട് ഒരു നാഴിക നേരം കൂടെ വരുവാൻ പറയുന്നവനോട് 2 നാഴിക നേരം കൂടെ പോവുക. യാചിക്കുന്ന ഏവനും കൊടുക്കുക. വായ്പ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവനെ ഉപേക്ഷിക്കരുത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമായിരുന്നു. പിന്നീട് വീണ്ടും കർത്താവ് പറയുന്നത്, ശത്രുവിനെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇങ്ങനെ അന്ന് ലോകത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് വലിയ വിപ്ലവകരമായ ഒരു ആശയം യേശുക്രിസ്തു ലോകത്തിന് നൽകി. അത് ഏറ്റവും വലിയ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയായിരുന്നു. അവിടെ വെച്ച് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടും യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷാ കാലവും കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ സാമൂഹിക ക്രമം തന്നെ മാറിമറിഞ്ഞു. രാഷ്ട്രങ്ങളുണ്ടായിരുന്നു, രാജ്യങ്ങളുണ്ടായി. പണ്ടൊക്കെയുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശക്തമായൊരു രാജ്യമുണ്ടെങ്കിൽ അത്ര ശക്തമല്ലാത്ത വേറൊരു രാജ്യമുണ്ടെങ്കിൽ തീർച്ചയായും ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടിയാണ് അതെല്ലാം മാറി. നമ്മളെല്ലാവരും ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്നുള്ളൊരു സിദ്ധാന്തം കൊണ്ടുവന്ന് ലോകത്തിന് നല്ലൊരു സാമൂഹിക ക്രമം യേശുക്രിസ്തു കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ അവസാനിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് മഹാപുരോഹിതൻ്റെ ഒരു ദാസൻ വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഉറയിൽ നിന്ന് വാളെടുത്ത് ആ ദാസൻ്റെ കാതറക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു പറയുന്നതാണ് ഏറ്റവും വലിയ ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. യേശുക്രിസ്തു പറയുന്നത്, വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ തീരും. അപ്പോൾ ഇത് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിതെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ അവസാനിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് യേശുക്രിസ്തു ലോകത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കി. അപ്പോൾ ഇത് കൂടുതൽ അറിയാൻ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഈ വചനങ്ങളെപ്പറ്റി ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ലോകത്ത് മതേതരത്വത്തിൻ്റെ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ചിന്ത നൽകിയത് യേശുവാണ്.
വേദപുസ്തക പ്രകാരം നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് രാജ്യത്തുള്ള ആളാണെങ്കിലും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ള ഏറ്റവും വലിയ സന്ദേശം നൽകുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. നമ്മളത് വ്യക്തമായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യേശുക്രിസ്തു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇതൊരു വലിയൊരു കൽപ്പനയാണ്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതൊരു വലിയ കൽപ്പനയാണ്. അപ്പോൾ ശിഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആരാണ് എൻ്റെ കൂട്ടുകാരൻ? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യം മുതൽ അത് പറയുന്നുണ്ട്. ആരാണ് എൻ്റെ കൂട്ടുകാരൻ? എൻ്റെ കൂട്ടുകാരൻ ആരാ എന്നുള്ള ചോദ്യത്തിന് യേശുക്രിസ്തു നൽകിയത് ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ്. ഒരു വലിയ ഉപമയാണ്, നല്ല ശമരിയക്കാരൻ്റെ ഉപമ. അത് എൻ്റെ കൂട്ടുകാരൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് യേശുക്രിസ്തു നൽകിയ മറുപടിയാണ്. ആ സംഭവം, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും എരീഹോവിലേക്ക് പോവുകയായിരുന്നു. വഴിമധ്യേ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുകയാണ്. അതുവഴി കുറേ പേർ പോകുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. അതുവഴി ഒരു പുരോഹിതൻ പോകുന്നു. ഈ പുരോഹിതൻ എന്ന് പറയുന്നത് സ്വന്തം ജാതിക്കാരനാണ്, സ്വന്തം നാട്ടുകാരനാണ്, തിരിഞ്ഞു നോക്കാതെ പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു ലേവ്യൻ വരുന്നു. ആ ലേവ്യൻ എന്ന് പറയുമ്പോഴും സ്വന്തം നാട്ടുകാരനാണ്, സ്വന്തം ജാതിക്കാരനാണ്, തിരിഞ്ഞു നോക്കാതെ പോകുന്നു. അപ്പോഴതുവഴി ഒരു ശമരിയാക്കാരൻ വരുന്നു. ആ ശമരിയാക്കാരൻ വന്ന് ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിച്ച് അവനെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കിയിട്ട് വഴിയമ്പലക്കാരനോട് പറയുന്നു, എല്ലാ ശുശ്രൂഷകളും നൽകണം, പണവും നൽകിയിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഇനി അധികം പണം ആവശ്യമായിട്ട് വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നൽകിക്കൊള്ളാം. യേശുക്രിസ്തു അതിനുശേഷം പറയുന്നതാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഏറ്റവും ചിന്തിക്കേണ്ടതായ ഒരു വിഷയം. അതിനുശേഷം പറയുന്നതാണ്, നിങ്ങൾ ആ ശമരിയാക്കാരനെ പോലെ ആയിത്തീരുവിൻ. അപ്പോൾ ആ ശമരിയാക്കാരൻ തൻ്റെ സ്നേഹിതനെ കണ്ടത് വേറൊരു നാട്ടുകാരനും വേറൊരു ജാതിക്കാരനുമായ മനുഷ്യനിലായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഒരു വലിയ ഒരു സന്ദേശം ലോകത്തിന് യേശുക്രിസ്തു നൽകി. അതാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തോന്നുന്ന കാര്യം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ കൂട്ടുകാരൻ എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അത് സ്വന്തം സഹോദരനെന്നോ സ്വന്തം നാട്ടുകാരനെന്നോ സ്വന്തം സമുദായത്തിൽപ്പെട്ടവനെന്നോ സ്വന്തം രാജ്യത്തുള്ളവനെന്നോ ഇല്ല, സകല മനുഷ്യരെയും സ്നേഹിക്കണമെന്നുള്ള ഒരു വലിയ സിദ്ധാന്തം യേശുക്രിസ്തു ലോകത്തിന് നൽകി. ക്ഷമിക്കണമെന്നും സഹിക്കണമെന്നും വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കുമെന്നും നിങ്ങൾ ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് ഏറ്റവും വലിയ സിദ്ധാന്തം നൽകി ലോകത്തിന് ഒരു പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് വലിയൊരു മാറ്റം ഈ ലോകത്തിന് നൽകിയത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടു കൂടിയാണ്. അത് ക്രിസ്മസിൻ്റെ ആ ഒരു സന്ദേശം നൽകുമ്പോൾ തന്നെ അറിയാം. പഴയ നിയമം മുഴുവൻ വായിക്കുമ്പോൾ ദൈവം നൽകിയിരുന്ന കൽപ്പനകളെല്ലാം ഇസ്രായേലിനോടായിരുന്നു. ഇസ്രായേലെ കേൾക്കുക, ഇസ്രായേലിൻ്റെ വാക്ക് കേൾക്കണം എന്നൊക്കെ ആയിരുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടു കൂടി അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സകല ജനത്തോടുമാണ് അത് പറയുന്നത്. ക്രിസ്മസിൻ്റെ സന്ദേശം തന്നെ മാലാഖമാർ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ്. ഇപ്പോൾ ഒരു സർവ്വജനത്തിനുമായിട്ട് ആ രക്ഷ മാറി. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെയേറെ നമുക്ക് ചിന്തിക്കുവാനും വളരെയേറെ ധ്യാനിക്കുവാനും വളരെയേറെ അർത്ഥവത്തായ ഒരുപാട് ആശയങ്ങൾ വിശുദ്ധ വേദപുസ്തകം നൽകുന്നു. യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷാ കാലവും അത് നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത് എന്തിനാണ് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശുക്രിസ്തു ഏദൻ തോട്ടത്തിൻ്റെ നടുക്ക് 2 വൃക്ഷങ്ങളുണ്ടായിരുന്നു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ജീവവൃക്ഷവും. യഹോവ ആദാമിനോട് പറഞ്ഞു, നിനക്ക് എന്തും ചെയ്യാം, ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ സാത്താൻ പറഞ്ഞു കൊടുത്തു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. അപ്പോൾ ആദാം ചെയ്തത് ദൈവം പറഞ്ഞതിനെ തെറ്റാണെന്ന് വിശ്വസിക്കുകയും സാത്താൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുകയും സാത്താൻ പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ എന്ത് സംഭവിച്ചു? ദൈവം ആദാമിനോട് പറയുന്നുണ്ട്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആദാമിൻ്റെ നിമിത്തം ശപിക്കപ്പെട്ട ഒരു ഭൂമി, ആ ഭൂമിയെ രക്ഷിച്ച് വീണ്ടെടുക്കുവാനാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും അതിന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ഉണ്ടായത്. ആ മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിച്ചെടുക്കുവാൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ വളരെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് യഹോവയായ ദൈവം വന്നിട്ട് ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ആദാമിനെ തിരിച്ച് ഏദൻ തോട്ടത്തിലേക്ക് വരുവാനുള്ള വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് മാലാഖമാരെ അവിടെ കാവലാക്കി നിൽക്കുന്നു. ആ വാക്യത്തിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് അവനിനി ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നരുത്. ഏദൻ തോട്ടത്തിൽ
ജീവവൃക്ഷത്തിൻ്റെ ഫലമുണ്ടായിരുന്നു. ആദാം ഇനി അത് പറിച്ച് തിന്നുവാൻ പാടില്ല, അതിനുവേണ്ടി മാലാഖമാരെ കാവലാക്കി. എന്തുകൊണ്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം ആദാമിന് കഴിക്കാൻ പറ്റില്ല? കാരണം പാപമില്ലാത്ത ഒരവസ്ഥയിൽ മാത്രമേ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുവാൻ പാടുള്ളൂ. അതാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് മനുഷ്യന് നിത്യജീവൻ നൽകണമെങ്കിൽ ആദാം മൂലമുണ്ടായ പാപം പരിഹരിക്കപ്പെടണം. അതിനുവേണ്ടി യേശു ക്രിസ്തു സ്വയം യാഗമായി മാറി. അതാണ് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. യേശു ക്രിസ്തു സ്വയം ബലിയായി മാറി. എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ആ സ്വയം ജീവൻ്റെ അപ്പമായി മാറി, സ്വയം ബലിയായി മാറി ഏറ്റവും വലിയ ഒരു രക്ഷ ലോകത്തിന് യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം മൂലം ലോകത്തിന് ഉണ്ടാകുവാൻ സാധിച്ചു. ഏറ്റവും വലിയ രക്ഷ ലോകത്തെ വീണ്ടെടുത്തു. ആദാം മൂലം ഭൂമി ശപിക്കപ്പെട്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ യാഗം മൂലം ഭൂമിയും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് വന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന് യേശുക്രിസ്തു അരുളി ചെയ്തതുകൊണ്ടാണ് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അപ്പോൾ ആ ജീവൻ്റെ അപ്പം അനുഭവിച്ച് പാപമില്ലാത്ത ഒരവസ്ഥയിൽ ആ ജീവൻ്റെ അപ്പം അനുഭവിക്കുന്നതോടുകൂടിയാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നത്. ഇതാണ് യേശുക്രിസ്തു ഒരുക്കിയ ഏറ്റവും വലിയ ഒരു രക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോകത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് സാമൂഹികക്രമം എങ്ങനെയായിരിക്കണം, ഈ ലോകത്തെ ജീവിതം എങ്ങനെയായിരിക്കണം, ഇതിനെല്ലാം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. വേദപുസ്തകം ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം, നമ്മൾ ദാനധർമ്മങ്ങൾ ഒരുപാട് നൽകണമെന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഏറ്റവും വലിയൊരു ഉപദേശം. ഈ വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ശിക്ഷ നൽകുന്ന പാപം ഏതെന്ന് ചോദിച്ചാൽ, കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകുന്ന പാപം ഏത്? ഏറ്റവും വലിയ ശിക്ഷ നൽകുന്ന പാപം ഏത്? ആ പാപം എന്താണ്? ആ പാപം ഇതാണ്. അവിടെ പറയുന്ന ആ നൽകുന്ന ശിക്ഷ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. യേശുക്രിസ്തു പറയുന്നുണ്ട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിട്ടുള്ള നിത്യാഗ്നിയിലേക്ക് പോകുകയെന്ന് ഞാൻ അവരോട് പറയും. ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ. ഇതിൽ കൂടുതലൊരു ശിക്ഷ ഒരാൾക്ക് ലഭിക്കാനില്ല. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിട്ടുള്ള നിത്യാഗ്നിയിലേക്ക് പോകുവീനെന്ന് ഞാൻ അവരോട് പറയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 42-ാം വാക്യത്തിലാണ്. ഏറ്റവും വലിയ ശിക്ഷ അതാണ്. അതാർക്കാണ് നൽകുന്നത്? അതാണ് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ തടവറയിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടില്ല. ഇതാണ് ഏറ്റവും വലിയ പാപമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ചെയ്യാത്തതിനാണ് ദൈവം ഏറ്റവും വലിയ ശിക്ഷ നൽകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, ഇങ്ങനെ ലോക സാമൂഹ്യ ക്രമത്തിന്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ സന്ദേശങ്ങൾ നൽകുന്ന ഒന്നാണ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലവും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമേ തന്നെ പറഞ്ഞു വന്നു, ലോകത്തിനൊരു പുതിയ സാമൂഹ്യ ക്രമം നൽകി. നമുക്ക് ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് പറഞ്ഞു. ഒരിക്കലും നമ്മൾ വാളെടുക്കുവാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ ദാനധർമ്മങ്ങൾ നമ്മൾ നടത്തുന്നവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനെതിരായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് നമ്മൾ എവിടെ ചെയ്യുന്നു, എന്തെല്ലാം ചെയ്യുന്നു, അത് പാപമാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാപത്തിൻ്റെ അവസ്ഥയിലായിട്ടങ്ങ് മാറുകയാണ്. വലിയൊരു പാപത്തിൻ്റെ അവസ്ഥയിലായിട്ടങ്ങ് മാറുകയാണ്. ഈ ദാനധർമ്മങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണം വിശുദ്ധ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ പരിശോധിച്ചാൽ, കർത്താവ് അനുഗ്രഹിച്ചിട്ടുള്ള എല്ലാവരുടെയും സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷ ഗുണം ഇതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായിയുടെ ചരിത്രം നമുക്കറിയാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സക്കായിയുടെ ചരിത്രം. സക്കായിക്ക് യേശുക്രിസ്തുവിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സക്കായി ആളിൽ കുറിയവനായതുകൊണ്ട് യേശുക്രിസ്തു എപ്പോഴും നടക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരുപാട് വിപ്ലവകരമായ ആശയങ്ങൾ നൽകി പരീശന്മാരും ശാസ്ത്രിമാരും ശിഷ്യന്മാരും യഹൂദന്മാരും എപ്പോഴും യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്തുകൊണ്ട്, നീ എന്താണ് അങ്ങനെ പറഞ്ഞത്, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഇതിനൊക്കെ വിരുദ്ധമായിട്ട് യേശുക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള രീതിയിൽ അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് യഹൂദന്മാർ നടക്കുന്നു. അപ്പോൾ ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് യേശുക്രിസ്തുവിനെ കാണാനായിട്ട് ഇങ്ങനെ കൂടി വരുമായിരുന്നു. വലിയൊരു ആൾക്കൂട്ടമായിരുന്നു. യെരുശലേമിലൂടെയൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ആൾക്കൂട്ടം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സക്കായി ആളിൽ കുറിയവരായതുകൊണ്ട് ഈ സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിയുന്നില്ല. പലപ്പോഴും സക്കായി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും യേശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന്. എന്നാൽ സക്കായി യേശുവിനെ കാണാനായിട്ട് ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി. വളരെ വലിയൊരു അതിശയം അവിടെ നടന്നു. വേദപുസ്തകത്തിൽ ഒരുപാടടുത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വലിയൊരു അതിശയം നടന്നെന്ന് പറഞ്ഞാൽ, ഒരുപാട് രോഗികളിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വരുന്നിടത്ത്, യേശുവിനെ കാണാൻ ഒരുപാട് പേര് കൂടിയിരുന്നിടത്ത് അവിടെ എങ്ങും നിൽക്കാതെ ദൈവം വന്ന്
സക്കായി ഇരുന്ന കാട്ടത്തിയുടെ താഴെ വന്നു നിന്നു. സക്കായി ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ കൂടെ നിൻ്റെ ഭവനത്തിലേക്ക് വരുന്നു. ഇതൊരു വലിയൊരു അതിശയകരമായൊരു സംഭവമാണ്. എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു? അവിടെ അത്രയും പേരവിടെ ഉണ്ടായിരുന്നിട്ട് അവർക്കാർക്കും ലഭിക്കാതിരുന്ന, അവർക്ക് ആരുടെ അടുത്തും വന്ന് നിൽക്കാതിരുന്ന, ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന യേശുതമ്പുരാൻ എന്തുകൊണ്ട് സക്കായിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് നീ ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ കൂടെ നിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. അപ്പം മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന സക്കായി കർത്താവിനോട് പറയുന്ന വാക്കുകളാണ് അവിടെ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. സക്കായി ഇറങ്ങി വന്ന് പറയുന്നു. സക്കായി ചുങ്കക്കാരനായിരുന്നു, പാപിയായിരുന്നു, ഒരുപാട് പേരുടെ ധനം അപഹരിച്ചിട്ടുണ്ടായിരുന്നു. സക്കായിക്ക് വലിയൊരു മാനസാന്തരത്തിൻ്റെ മനസ്സുമായിട്ടാണ് സക്കായി അവിടെ നിന്നത്. സക്കായി പറയുന്നു, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ആരോടെങ്കിലും അന്യായമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് സക്കായി പറഞ്ഞത്. ഈ മനസ്സിനെ കർത്താവ് കണ്ടു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന ഏറ്റവും വലിയ വാക്യം, നീയും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ ഭവനത്തിന് രക്ഷ വന്നു. അബ്രഹാമിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കണം. അവിടെ മാത്രമേ ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ വേദപുസ്തകത്തിൽ നമുക്ക് ഇതിനു വേണ്ടി കാണുവാൻ കഴിയും. അപ്പോൾ വലിയ ദാനധർമ്മത്തിൻ്റെയും നമ്മൾ ചാരിറ്റി വർക്കുകളൊക്കെ ഒരുപാട് നടത്തേണ്ടതിൻ്റെയും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ബുദ്ധിമുട്ടി കഷ്ടതയിൽ കഴിയുന്നവരുണ്ട്. അവരെയൊക്കെ സഹായിക്കേണ്ടതിൻ്റെയും വലിയൊരു ആവശ്യകത യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വഴി നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപാട് സുവിശേഷ പ്രവർത്തകരുണ്ട്, ഒരുപാട് ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പം ഏത് ചാനൽ തുറന്നാലും എവിടെ നോക്കിയാലും സുവിശേഷ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളല്ലേ, ജീവകാരുണ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ അത് കുറേ കൂടി ശക്തമാകേണ്ട ഒരു കാലഘട്ടമാണ്. അത് കുറേ കൂടി ശക്തമായെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ സുവിശേഷം നമ്മുടെ ലോകത്ത് പ്രചരിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ എതിരായിട്ട് വരുന്ന ചിന്തകളാണ്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെതിരായിട്ട് വരുന്ന ചിന്തകൾ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ദോഷം ചെയ്യും. നമ്മൾ മതസൗഹാർദ്ദം ഏറ്റവും വലിയ, അല്ലെങ്കിൽ മതേതരത്വം ഏറ്റവും വലിയ സിദ്ധാന്തമായിട്ട് യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ നമ്മുടെ ഈ ഇന്നത്തെ ലോകത്ത് ഇന്ന് നമ്മൾ പണ്ടത്തെ കാലം പോലല്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പരിശോധിച്ചാൽ എപ്പോഴും എവിടെയും ജാതിയും മതവും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചിരിക്കുകയാണ്. ഇത് മാറണം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊന്നും അറിയത്തേയില്ല, ഇതൊന്നും പറയത്തേയില്ലായിരുന്നു. ഇപ്പം എവിടെ ചെന്നാലും അവൻ്റെ ജാതിയേത് മതമേത് എല്ലാം അങ്ങനെയുള്ള ഒരു വർഗീയപരമായ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിലേക്ക് കയറി വരുന്നു. ഇത് തീർച്ചയായിട്ടും മാറണം. ഇത് യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തിനെതിരാണ്. ഇത് തീർച്ചയായിട്ടും മാറണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പം എല്ലായിടത്തും അക്രമങ്ങൾ ഒരുപാട് വരികയാണ്. അക്രമങ്ങൾ ഒരുപാട് വരുന്നത് തീർച്ചയായിട്ടും വാളെടുത്തവൻ വാളാൽ തന്നെ വീഴും. കാരണം അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊക്കെ ഇത്ര പ്രായമുള്ളവർ നമ്മൾ സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്നവരെയും അല്ലെങ്കിൽ പല മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവരെയും പറ്റിയൊക്കെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴോ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നവർ അല്ലെങ്കിൽ അന്യായം ചെയ്തിട്ടുള്ളവർ, വാളെടുത്തവർ എല്ലാം അത് വാളാൽ തന്നെ വീഴുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വലിയ സന്ദേശങ്ങൾ ഇതിലൊക്കെ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം വളരെയേറെ നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെ വേദപുസ്തകത്തിന് എതിരായ ഒരു വാക്കുകളും പ്രവൃത്തികളും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എൻ്റെ ബാല്യകാലത്ത് യേശുവിനെ പറ്റിയുള്ള ചിന്തയും അതിനുശേഷമുള്ള ഒരു ചിന്തയും, ബാല്യകാലത്ത് യഥാർത്ഥത്തിൽ നമ്മൾ യേശു ഒരു ദൈവമാണ് എന്നൊരു ചിന്ത വന്നു. ദൈവമാണ്, നമ്മളെല്ലാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാമെന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടിരുന്ന് നമ്മൾ ആരാധിച്ചിരുന്നത്. എന്നാൽ കുറേ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്ത് കുറേ നമുക്കിതിനെപ്പറ്റി അറിവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ കണ്ടാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നമ്മുടെ അല്ലാതെ ആരാധന മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയൊരു 1-2 ഉദാഹരണം പറയാൻ കഴിയുന്നത്, ഞാനിപ്പോൾ ആദാമിൻ്റെ കാര്യം പറഞ്ഞു. ആദാമിന് ശേഷം കായീനും ഹാബേലും ലോകത്തുണ്ടായി. ആദാമിന് 2 മക്കളുണ്ടായിരുന്നു, കായീനും ഹാബേലും ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, കായീൻ ബലിയർപ്പിച്ചു, ഹാബേലും ബലിയർപ്പിച്ചു. കായീൻ കൃഷിക്കാരനായിരുന്ന കായീൻ നിലത്തിലെ ഫലത്തിൽ നിന്ന് കൊണ്ടുവന്ന് യഹോവയ്ക്ക് ബലിയർപ്പിച്ചു. അതുപോലെ തന്നെ ഹാബേൽ ആട്ടിടയനായിരുന്നു, ഹാബേലും ബലിയർപ്പിച്ചു. രണ്ടുപേരുടെയും ഏതായിരുന്നു നല്ല ബലി എന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. രണ്ടുപേരും ബലി അർപ്പിച്ചു. അപ്പോൾ ദൈവം ഹാബേലിൻ്റെ ബലിയിൽ പ്രസാദിച്ചു, കായീൻ്റെ ബലിയിൽ പ്രസാദിച്ചില്ല.
അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ കായീൻ ദേഷ്യം വരുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് നീ ബലിയർപ്പിച്ചിട്ട് ഞാൻ ബലിയർപ്പിച്ചത് എന്തുകൊണ്ട് ദൈവം അത് സ്വീകരിച്ചില്ല എന്നുള്ള രീതിയിലൊരു വളരെ കോവിഷ്ഠനായ ഒരു കായീനെ അവിടെ കാണുന്നു. അപ്പം യഹോവ നൽകുന്ന മറുപടിയുണ്ട്, നീ നന്മ ചെയ്യുന്നെങ്കിൽ ഞാൻ പ്രസാദിക്കും. അപ്പോൾ നീ നന്മ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബലിയിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവം സന്തോഷിക്കുന്നുള്ളൂ. ആരാധനയെന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയാണ്. നമ്മുടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എല്ലാം നിലനിൽപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ദൈവവിശ്വാസവും ദൈവത്തെ ആരാധിക്കുന്നതുമാണ്. എന്നാൽ അത് മാത്രമാകുന്നില്ല. നമ്മളിൽ നന്മയില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ബലിയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. എനിക്ക് പറയുവാനായിട്ടുള്ളൊരു കാര്യം, ഞാൻ വളരെ കാലം ഷിപ്പിൽ ജോലി ചെയ്തിരുന്നു. ഏതാണ്ട് 25 വർഷത്തോളം ഞാൻ ഷിപ്പിൽ ജോലി ചെയ്തിരുന്നു. ഞാൻ ഷിപ്പിൽ ചീഫ് എഞ്ചിനീയറായിട്ടൊക്കെ ജോലി ചെയ്തതാണ്. അപ്പോൾ ഒരവസരത്തിൽ ഷിപ്പിൽ 2011 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2011 ഷിപ്പ് മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ വന്നു. മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഷിപ്പ് അമേരിക്കയുടെ കോസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സൈക്ലോൺ വന്നു. ഷിപ്പിന് ഒരിടത്തോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ട്രാപ്ഡായിപ്പോയി. അപ്പോൾ അമേരിക്കൻ കോസ്റ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് വളരെ ഡേഞ്ചറസ് ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, അത് പറഞ്ഞ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഷിപ്പിൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മളെ മറിഞ്ഞു വീഴുകയും ടേബിളിലും കട്ടിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നിലത്ത് വീഴുകയും നമുക്ക് ഭക്ഷണം പോലും കഴിക്കാനോ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഷിപ്പ് ആടി ഉലയുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു നിമിഷമായിരുന്നത് അത്. ഞാനപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ കോസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ക്യാപ്റ്റനോട് വിളിച്ച് പറഞ്ഞു, ദൈവത്തിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ക്യാപ്റ്റൻ പബ്ലിക് സിസ്റ്റത്തിൽ അനൗൺസ് ചെയ്തു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇനി ദൈവം വിചാരിച്ചാൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് ക്യാപ്റ്റൻ പറഞ്ഞു. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന്, ഞാൻ ചീഫ് എഞ്ചിനീയറാണ്, ഷിപ്പിൻ്റെ ചീഫ് എഞ്ചിനീയറാണ്. അപ്പം ഞാൻ എഞ്ചിൻ റൂമിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം അത്രയും ഡിഫിക്കൽട്ട് ഒരു സിറ്റുവേഷനിൽ ചീഫ് എഞ്ചിനീയർ എഞ്ചിൻ റൂമിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ആവശ്യം വന്നാൽ ചീഫ് എഞ്ചിനീയറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. പക്ഷേ ഞാൻ അതൊന്നും അവഗണിക്കാൻ ഞാൻ നേരെ മുറി പോയി വാതിലടച്ചങ്ങ് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഏത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കഴിവുള്ള ദൈവം ഉണ്ട്, ചെങ്കടലിനെ വിഭജിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ തന്നെയാണ് ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് ഇതിൽ നിന്ന് ഈ അവസ്ഥയിൽ നിന്ന് എന്തായാലും മാറ്റം തരണം. കുറച്ചു നേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിന് വലിയൊരു സംതൃപ്തി, വലിയൊരു സന്തോഷം. ഒന്നും സംഭവിക്കില്ല എന്ന് പെട്ടെന്നൊരു തോന്നൽ. എല്ലാവരും പാനിക്കായിട്ട് കിടന്നോടുകയാണ്, ഒന്നും സംഭവം. അപ്പോൾ ഞാനിപ്പം എന്നോട് ആരോ പറയുന്നത് പോലെ ഒന്നും സംഭവിക്കത്തില്ല, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ധൈര്യമായിട്ട്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി എഞ്ചിൻ റൂമിലേക്ക് ഇറങ്ങി വന്നു, ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ എല്ലാവരും സാറെന്തോ പറയുന്നത്, ഒന്നും സംഭവിക്കത്തില്ല, ഇത് ഇത്രയും ഒരു അപകടകരമായ സ്ഥിതിവിശേഷത്തിലാണ് നാം. ഞാൻ പറഞ്ഞു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കോസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് മറുപടി വന്നു, ആ സൈക്ലോണിൻ്റെ റൂട്ട് ചേഞ്ചായി. അപ്പോൾ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ സംതൃപ്തി പോലെ എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി എഞ്ചിൻ റൂമിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്നത്, ദൈവം നൽകിയ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. യേശുക്രിസ്തു പരസ്യശുശ്രൂഷകാലത്ത് നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊന്നും വിപരീതമായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. ഇടുങ്ങിയ വർഗീയ ചിന്താഗതികൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതാണ്. അക്രമത്തിൻ്റെ വാസന നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ശരിക്കും മാറ്റേണ്ടതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി, വിവാഹ ബന്ധത്തെപ്പറ്റി, കുടുംബജീവിതത്തെപ്പറ്റിയാണ്. ദൈവം സ്ഥാപിച്ച ദൈവത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. അതിന് വ്യക്തമായ വ്യവസ്ഥിതിയും വ്യക്തമായ നിയമങ്ങളും കർത്താവ് നൽകിയിട്ടുണ്ട്. വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ പരിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ എവൻഗേലിയം വായിച്ച് കേൾക്കുന്നുണ്ട്, പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനങ്ങളൊക്കെ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് കേൾക്കുന്ന ഒരു സമയത്ത് നമ്മൾ അത് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ തന്നെ തിരിച്ചു വന്ന് ചിലപ്പോൾ അതിനെതിരായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. നമ്മൾ കുടുംബ വ്യവസ്ഥിതിയിലായാലും സാമൂഹിക വ്യവസ്ഥിതിയിലായാലും വേദപുസ്തകം എന്ത് പറയുന്നു, വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു, നമ്മൾ ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും, ക്രിസ്ത്യാനിയായാലും, ഹൈന്ദവ സമൂഹത്തിലായാലും, ഇസ്ലാം സമൂഹത്തിലായാലും, വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ. ദൈവം സൃഷ്ടിച്ച കുടുംബ വ്യവസ്ഥയിൽ അത് വ്യക്തമായ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായി മതമേലധ്യക്ഷന്മാർ പോലും സംസാരിക്കുന്നത് കാണുന്നത് വളരെ തെറ്റാണ്. ആ ഒരു കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം ദൈവം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ്. നമുക്കറിയാം, നമുക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു ഓഫീസിൽ ഒരു MD ഉണ്ടായിരിക്കും, ഒരു ജനറൽ മാനേജർ ഉണ്ടായിരിക്കും, അവിടെ ക്ലർക്കന്മാരുണ്ടായിരിക്കും, അവിടെ പിയൂൺ ഉണ്ടായിരിക്കും, ശിപായി ഉണ്ടായിരിക്കും, തൂക്കുന്നവരുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടി ചേരുന്നതാണ് ഒരു ഓഫീസ് രൂപീകൃതമാകുന്നത്. എല്ലാവരും അവിടെ തുല്യരാകാൻ പറ്റില്ല. പക്ഷേ തുല്യത എന്ന് പറയുന്നത് സാമൂഹ്യ നീതി എല്ലാവർക്കും തുല്യമായിരിക്കണം.
ഒരു വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ സാമൂഹ്യ നീതി തുല്യമായിരിക്കണം. പക്ഷേ എന്നാൽ സമൂഹത്തിലുള്ള സ്ഥാനം അത് വ്യത്യസ്തം തന്നെയായിരിക്കും. അതുതന്നെയാണ് ഒരു കുടുംബത്തിലും വരുന്നത്. ഇത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മറ്റെല്ലാ ലേഖനങ്ങളിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം ലോകത്തെയും അതിനുള്ള പ്രപഞ്ചത്തെയും എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ആദ്യം ചെയ്യുന്നത് ഒരു കുടുംബത്തെ സൃഷ്ടിക്കുകയാണ്. ആദാമിനെ സൃഷ്ടിച്ച ശേഷം ദൈവം പറയുന്നുണ്ട്, മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ഞാൻ തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അവിടെ തുടങ്ങുന്നതാണ് ഒരു കുടുംബ വ്യവസ്ഥിതി എന്ന കുടുംബത്തെ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തു പരശുശ്രൂഷ തുടങ്ങുന്നത് നമുക്കറിയാം. കാനാവിലെ കല്യാണ നാളിൽ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ തുടങ്ങുന്നത്. അതും ഒരു വിവാഹ സമയത്തായിരുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ അവസാനിക്കുന്ന സമയത്തും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യോഹന്നാനെയും കന്യാമറിയാമിനെയും വിളിച്ചിട്ട്, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മയെന്നും കന്യാമറിയാമിനോട് സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് കുടുംബങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള ചിന്താഗതികൾ വരുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ലോകത്തുണ്ടാകും. യേശുക്രിസ്തു നൽകിയ ഏറ്റവും വലിയ മൂല്യം, അതായത് ശിഷ്യന്മാർ തന്നെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ കൽപ്പന ഏത്, ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം ഏറ്റവും വലിയ കൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കൽപ്പന. അവിടെ കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും. അപ്പോൾ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ് യേശുക്രിസ്തു നൽകിയ ഏറ്റവും വലിയ കൽപ്പന. അത് പുതിയ നിയമം സ്ഥാപിച്ചുകൊണ്ട് പെസഹ പെരുന്നാളിനെന്ന് സിയോൻ മാളികയിലിരിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ള ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാണ്. അതാണ് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയും. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അറിഞ്ഞ ക്രിസ്തു എന്ന് പറയുന്നത് ലോകരക്ഷകനാണ്. ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ വഹിച്ചുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദാം മൂലം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം ഭൂമിയിലുള്ള സകല മനുഷ്യനെയും വീണ്ടെടുത്തുകൊണ്ട് ആ പാപത്തിൻ്റെ ഫലമായിട്ട് സ്വയം ബലിയായി തീർന്ന്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കും, നിത്യജീവനുണ്ട്. അപ്പം നിത്യജീവൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു അനുഭവം ലോകത്തിലെ എല്ലാവർക്കുമായി യേശുക്രിസ്തു നൽകി എന്നുള്ളതാണ് ഞാൻ അറിയുന്ന യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഒരു. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായി ആരാധിക്കുവാനും കൂടുതലായി ദൈവത്തെ സ്തുതിക്കുവാനുമായിട്ട് നമുക്ക് തോന്നുന്നത്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ വലിയൊരു കൽപ്പനയാണ്. ആ ഒരു വലിയൊരു കൽപ്പന അത് നടപ്പിലാക്കുവാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഏറ്റവും വലുതാണ് മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഏറ്റവും വലിയ സന്ദേശം വേദപുസ്തകം നൽകുന്നുണ്ട്. അത് നടപ്പിലാക്കുക, അതുകൊണ്ട് അത് വളരെയേറെ ആകർഷണീയമായ ഒരു കാര്യമാണ്. ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ഏത് രാജ്യത്തെ സംബന്ധിച്ചായാലും, ഇന്ത്യയെ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചോളം ഇത്രയും ജാതിയും മതവും ഉപവിഭാഗങ്ങളും ഉള്ള ഒരു രാജ്യത്ത് മതസൗഹാർദ്ദം എന്ന ആശയത്തിന് ഒരല്പം പോലും പോറലേൽക്കുവാൻ പാടില്ല. ഒരല്പം പോലും അതിന് പോറലേറ്റാൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ തകരും. മതവിദ്വേഷം വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് തന്നെ നിലനിൽപ്പില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ ആ മതസൗഹാർദ്ദം, മതനിരപേക്ഷത എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടുതലായി പ്രചരിക്കപ്പെടണം.